ബംഗാളിൽ മമതാ ബാനർജി ഔട്ടായി, BJP അധികാരത്തിൽ വന്നു. മമതയെ ജനങ്ങൾ മാത്രമല്ല ഇപ്പൊ പാർട്ടിയും തിരസ്കരിച്ചു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. മമതയുടെ പാർട്ടിയിൽ നിന്ന് മമത ഔട്ടാവും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 80 MLA-മാരിൽ ഏതാണ്ട് 50 പേരെങ്കിലും മമതയ്ക്കെതിരാണ്. ഇപ്പൊ മമതയെ ഒരാളെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചു. അതിനെതിരായിട്ട് ഇപ്പൊ ഋതബ്രത ബാനർജി, പഴയ CPM നേതാവ്, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അവർ സംശയിക്കുന്നത് ഒരു BJP-യുടെ കൈ ഇതിനകത്തുണ്ടോ എന്നുള്ളത്. അതായത് BJP-യുടെ ഒരു പദ്ധതിയാണെന്നുള്ള രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങൾ കൃത്യമായിട്ട് പ്രചരിക്കുന്നുണ്ട് ബംഗാളിൽ. കാരണം ഒന്ന്, CPM തിരിച്ചു വരാൻ BJP ആഗ്രഹിക്കുന്നില്ല. ഐഡിയോളജിക്കലി CPM-ന്റെ തിരിച്ചൊരു BJP ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തൃണമൂൽ മമതയുടെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ തൃണമൂൽ ഒരു ശക്തിയായിട്ട് വീണ്ടും വരാനുള്ള ഒരു സാധ്യത BJP കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമതപക്ഷത്തെ ഈ രീതിയിൽ സംഘടിപ്പിച്ച് ഒരു ശക്തിയായിട്ട് നിർത്തുന്നു. അതിന് പിന്നിൽ BJP-യുടെ ഒരു ഹാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പം സമീക് ഭട്ടാചാര്യ, BJP സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം പറഞ്ഞത് തൃണമൂൽ വൽക്കരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതായത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് നേതാക്കളെ കൂട്ടമായിട്ട് BJP-യിൽ എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. BJP-യുടെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള, ആ ഒരു റിഫൈൻ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷന് ഒരു കളങ്കം വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്തത് തൃണമൂലിനോട് ഉള്ള വിരോധം കാരണം തൃണമൂലിനെ മടുത്താണ്, കിരാതഭരണത്തെ മടുത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെയൊക്കെ വീണ്ടും BJP-യിലായിട്ട് അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുകൊണ്ട് ആ ഒരു നയം ഞങ്ങൾ സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതേസമയം തന്നെ തൃണമൂലിനെ പിളർത്തി ഒരു വിഭാഗത്തെ ഒരു പ്രത്യേക പ്രതിപക്ഷ ബ്ലോക്കാക്കി നിർത്താനാണ് BJP ഇപ്പോൾ പദ്ധതി ഇടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഫാൽത്ത ഉപതെരഞ്ഞെടുപ്പ്, അതായത് അഭിഷേക് ബാനർജിയുടെ മണ്ഡലമായ ഡയമണ്ട് ഹാർബറിന്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലം, ആ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ് ഫാൽത്ത. അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ നേരത്തെയൊക്കെ ഇവരുടെ ഗുണ്ടായിസമാണ് നടന്നിരുന്നത്. ജഹാംഗീർ ഖാനായിരുന്നു അവരുടെ കാൻഡിഡേറ്റ്. അവിടെ കൃത്രിമം നടന്നു എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നു. 21-നാണ് തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുന്നത്. അവിടെ BJP 1 ലക്ഷത്തിലധികം വോട്ടിനാണ് ജയിക്കുന്നത്. അതായത് 70% ഹിന്ദുക്കളുള്ള നിയോജകമണ്ഡലത്തിൽ BJP 70% വോട്ട് നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മൈനോറിറ്റീസ് BJP-ക്ക് സാധാരണഗതിയിൽ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ BJP-ക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു 95% BJP-ക്ക് ചെയ്തിരിക്കാം എന്നുള്ളതാണ് ഒരു അനുമാനം. 2ാം സ്ഥാനത്ത് അത് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതാണ് ഒന്ന്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ജഹാംഗീർ ഖാൻ മത്സരരംഗത്ത് പിന്മാറിയതായിരിക്കാം. പക്ഷെ കോൺഗ്രസിന് 10,000 വോട്ടും CPM-ന് 40,000 വോട്ടും കിട്ടി. മുമ്പ് CPM ജയിച്ചിരുന്നൊരു മണ്ഡലമാണിത്. പക്ഷെ പിന്നീട് 1972-ൽ സിദ്ധാർത്ഥ ശങ്കർ റായ് അധികാരത്തിലെത്തുന്ന സമയത്ത് മാത്രമാണ് CPM തോറ്റുപോയത്. അതുവരെ CPM ജയിച്ചിരുന്നത്. പിന്നെ വീണ്ടും CPM ജയിച്ചു. പിന്നെ തൃണമൂൽ ജയിക്കുകയാണ് ചെയ്യുന്നത്. ഇടക്കാലത്ത് ഒരു തവണ കോൺഗ്രസും ജയിച്ചിരുന്നു. അപ്പം അവരുടെ ഒരു പരമ്പരാഗത മണ്ഡലമാണ് CPM-ന്റെ. പക്ഷെ എന്നാൽ പോലും മുമ്പത്തെ സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് 40,000 വോട്ട് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി മുഴുവൻ CPM-ന്റെ കൂടെ. അപ്പൊ ഒരു CPM-ന് ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളൊക്കെ എഴുതി. മാധ്യമങ്ങളല്ല, CPM അനുകൂല മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ CPM-ന് ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള. ഒരു പക്ഷേ BJP എനിക്ക് തോന്നുന്നു CPM തിരിച്ചു വരാൻ പാടില്ല. അതുകൊണ്ട് ഒരു പ്രതിപക്ഷത്തിന് റോൾ എടുക്കാൻ ഒരു മുൻ CPM-കാരനെ തന്നെ, അതായത് ഋതബ്രത ബാനർജി ഇപ്പൊ ഒരു BJP-യുടെ ഏജന്റ് ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. മമത അത് പറയുകയും ചെയ്തു. കാരണം അവരാരോപിക്കുന്നുണ്ട് അവർ BJP നേതാക്കളുടെ ഡെയിലി മീറ്റിംഗ് നടത്തുന്നു. ഋതബ്രത ബാനർജി ഏതാണ്ട് 50ഓളം MLA-മാരെ കൂടെ വെച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അയാൾ ഇപ്പം അവരുടെ ട്രേഡ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റാണ് തൃണമൂൽ കോൺഗ്രസിന്റെ. ഈ അഭിഷേക് ബാനർജിക്കെതിരെയുള്ള ഒരു നീക്കം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിൽ. മമതയുടെ നിഴൽ എന്ന് പറയുന്ന കാക്കോലി ഘോഷ് ദാസ്തിദ ആയിരുന്ന മമതയുടെ ഏറ്റവും വിശ്വസ്തയായ ഒരു പ്രവർത്തകയല്ല, നേതാവ്, MP, എപ്പോഴും അറിയില്ല ലോക്സഭയിൽ തൃണമൂലിന് വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന MP. അവര് പോലും ഇപ്പൊ മാറി നിൽക്കുകയാണ്. അവര് BJP-യുടെ ഒരു പരിപാടിയിൽ വരെ പങ്കെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിഷേക് ബാനർജി എന്ന് പാർട്ടി കൈയാളാൻ തുടങ്ങിയോ അതിനുശേഷമാണ് തൃണമൂൽ ഈ നിലയിലേക്ക് മാറി. കാരണം മമത എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അല്ല മമത എന്ന് പറയുന്ന ഒരു ലീഡറോടുള്ള ആ ഒരു താല്പര്യം ബംഗാളിലെ ജനങ്ങൾക്ക് അത് ഇപ്പോഴും ഉണ്ട് ഒരു പരിധി വരെ. പക്ഷേ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പ്രത്യേകിച്ച് ഐപാക്കും അഭിഷേക് ബാനർജിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബംഗാളിലെ സഞ്ജയ് ഗാന്ധി എന്നാണ് അഭിഷേക് ബാനർജി അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമൊക്കെ ഇവരുടെ ഒരു ഡ്രാമയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു സിമ്പതി വേവ് അഭിഷേക് ബാനർജിക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയിട്ട് തൽക്കാലം ജനരോഷത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുക, അതേസമയം ഒരു ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുക. കാരണം ഇത് നടന്നത് അഭിഷേക് ബാനർജിയുടെ ഒരു വളരെ പെട്ടെന്ന് തന്നെ അത് റിയാക്ട് ചെയ്തു. മമതാ ബാനർജി ഹോസ്പിറ്റൽ ഉടമയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ വരെ പെട്ടെന്ന്. BJPക്ക് അങ്ങനെ ഒരു നയമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് സുവേന്ദു അധികാരിക്ക് മുമ്പിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്.
കാരണം ഈ ബംഗ്ലാദേശിലെ അതിർത്തിയായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതുകൂടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതുമായി മുന്നോട്ട് പോവുക. പിന്നെ ഇപ്പോഴത്തെ ക്യാബിനറ്റ് ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു ഹൗസ് മെയ്ഡ് ആയിരുന്ന, അതായത് സാധാരണ ഒരു വീട്ടുജോലിക്കാരി ആയിരുന്ന ഒരു പോരാളിയെ വരെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി എല്ലാ സമുദായങ്ങൾക്കും വ്യക്തമായിട്ടുള്ള പ്രാതിനിധ്യം നൽകി ബംഗാളിന്റെ ആ ഒരു വൈവിധ്യത്തെ മനസ്സിലാക്കി, വികാരത്തെ മനസ്സിലാക്കിയാണ് BJP മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വീണ് പഴയ തൃണമൂൽ ആകാൻ BJP തയ്യാറല്ല എന്നുള്ള മെസ്സേജ് അവർ നൽകി കഴിഞ്ഞു. അത് നല്ലൊരു കോമ്പിനേഷൻ അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം സുവേന്ദു അധികാരി കുറച്ചും കൂടി ഒരു ഹിന്ദുത്വ ലീഡർ എന്നുള്ള ഒരു ഇമേജ് ആണ് അവിടെ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു ടവറിംഗ് ഫിഗർ അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുളർ എന്നുള്ള ഒരു ഇമേജ് ആണ്. എന്നാൽ സമീക് ഭട്ടാചാര്യ ഒരു പഴയ ഓൾഡ് സ്കൂൾ BJP-കാരൻ്റെ ഒരു നയാണ്. വാജ്പേയി യുഗത്തിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ അമിക്കബിളായിട്ട് കാര്യങ്ങളെ കാണുന്ന. അപ്പൊ അത് നല്ലൊരു കോമ്പിനേഷൻ ആണ് നിലവിൽ എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്ക് ഇനി പിടിച്ചു നിൽക്കുക വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മമതയ്ക്കൊപ്പം ആരും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ധർണ നടത്തി. സ്ട്രീറ്റ് ഫൈറ്റർ എന്നുള്ള രീതിയിലാണല്ലോ മമതാ ബാനർജി രാഷ്ട്രീയത്തിൽ കടന്നു വന്നതും. മമത ഇപ്പൊ കേരളത്തിലെ പല മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് മമത പരാജയപ്പെട്ടാലും മമത കീഴടങ്ങാൻ പോകുന്നില്ല, മമത വലിയ കലാപം ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. സത്യത്തിൽ മമത പല്ല് കൊഴിഞ്ഞ സിംഹമായിരിക്കുക. കാരണം ഒരാൾ മമതയ്ക്കൊപ്പം ഇല്ല എന്നുള്ളതാണ്. ഡെറക് ഒബ്രയനും ഇത്തരം വളരെ കുറച്ച് മമതയ്ക്കൊപ്പം നിൽക്കുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പം കൂടെയുള്ളൂ എന്നുള്ളത്. അപ്പം ധർണയിൽ ആകെ പങ്കെടുത്തത് 5 MLA-മാർ. കൊൽക്കത്തയിൽ നടന്ന ധർണയിൽ, പ്രതിഷേധ ധർണയിൽ 3 MP-മാർ. ഇതാണ് സാഹചര്യം. അതായത് ആ പാർട്ടി മമതയുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് അവസ്ഥ. മഹാരാഷ്ട്ര മാതൃകയിൽ ശിവസേന പിളർന്ന പോലെ തന്നെ തൃണമൂൽ പിളരാൻ പോവുകയാണ്. അത് ഏത് തരത്തിൽ ഏത് രീതിയിൽ പിളരും എന്നുള്ളത് മാത്രം ഇനി നോക്കിയാൽ മതി. മഹാരാഷ്ട്രയിൽ അന്ന് BJP-യെ വഞ്ചിച്ചുകൊണ്ട് ശിവസേന മഹാവികാസ് അഗാദി സഖ്യമുണ്ടാക്കി നമ്മുടെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി. അവിടെ നിന്നാണ് ഒരു 47 MLA-മാരെ അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ 47ഓളം MLA-മാർ വരുന്നു. ഏകനാഥ് ഷിൻഡെയെ തന്നെ മുഖ്യമന്ത്രിയാക്കുന്നു. അത് വലിയൊരു ഓപ്പറേഷനായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായിട്ടാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കാണുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ആര്, ഋതപ്രത CPM-ലെ പ്രമുഖനായൊരു നേതാവായിരുന്നു. 34-ാമത്തെ വയസ്സിൽ MP ആയ ആളാണ്. SFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ജീവിത രീതിയല്ല പുള്ളി പിന്തുടരുന്നത് എന്നാണ് CPM-മാർ പറഞ്ഞിരുന്നത്. അത് അദ്ദേഹം ശരിക്കും യെച്ചൂരിയുടെ ഒരു ശിഷ്യനായിരുന്നു. ശരിക്കും യെച്ചൂരിയും കാരാട്ടും തമ്മിലുള്ള വഴക്കിനിടയിൽ യെച്ചൂരിയുടെ കൂടെ നിന്ന്, അല്ലെങ്കിൽ യെച്ചൂരിയുടെ ലൈനിനെ അനുകൂലിച്ചിരുന്ന ഒരാളാണ്. നേരത്തെ തന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യയായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് TVയോടാണ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്, ഞാൻ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്, ഞാൻ ബംഗാളിൽ കൽക്കട്ടയിൽ വേറൊരു സ്ഥലത്താണ് താമസിക്കാറ്, എന്നെ ഇവരെ അടിക്കും CPM-ആരാണ്. അന്ന് CPM-ന് ഒരു ഗുണ്ടായുസ് അപ്പോഴും ഉണ്ടായിരുന്നു. അതായത് 2017 പൂർണ്ണമായിട്ട് CPM ഇല്ലാതായിട്ടില്ല. 2011 ഇലക്ഷനിൽ തോറ്റു, 16 ഇലക്ഷനിൽ തോറ്റെങ്കിലും കുറച്ചൊക്കെ CPM-ന്റെ ഒരു പ്രഭാവം ഉണ്ട്. അയാളെ കൊല്ലുന്നൊക്കെ ആയിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നത്. പക്ഷെ അദ്ദേഹം ഇന്നിപ്പം വളരെ ശക്തമായിട്ട്, കാരണം അദ്ദേഹം പിന്നീട് തൃണമൂലിൽ വന്നു. മമതയൊക്കെയായിട്ട് നല്ല ബന്ധമായിരുന്നു. തൃണമൂലിന്റെ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. 2017 മുതൽ 20 വരെ, അതായത് പുറത്തായിട്ടും അദ്ദേഹം ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറായിട്ട് രാജ്യസഭയിൽ നിന്നു. പിന്നെ വേറൊരു തൃണമൂൽ മെമ്പറുടെ കാലാവധിയിൽ അദ്ദേഹത്തെ രാജ്യസഭയിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇത്തവണ അവർ നിയമസഭയിലേക്കാണ് മത്സരിപ്പിച്ചത്. പക്ഷെ കാര്യങ്ങളൊക്കെ തന്നെ മമതയ്ക്ക് കൈവിട്ടു പോയി. അതാണ് പ്രശ്നം. കാരണം തൃണമൂൽ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ CPM വിരുദ്ധതയിലാണ്. CPM-ന് എതിരെ ഒരു പോരാട്ടം നടത്തി ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്നുള്ള രീതിയിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവന്ന മമതാ ബാനർജിക്ക് പിന്നീട് ഒരു കൃത്യമായുള്ള ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ പറ്റിയില്ല. എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെയും ഇതിലേക്ക് സ്വീകരിച്ചു. ആ രീതിയിൽ സിസ്റ്റം പോയി. അപ്പൊ അതുകൊണ്ട് പാളിച്ച എവിടെയാന്ന് പറഞ്ഞാൽ മമതയുടെ തുടക്കം ഉഗ്രനായിരുന്നു. കാരണം മമത ചെയ്തത് എല്ലാ ആളുകളുടെയും, കലാകാരന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും പൊതുപ്രവർത്തകരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട്. അതേപോലെ തന്നെ മമത നടത്തിയത് മോഡി വന്നത് എപ്പോഴാണ്? 2014 മമത 2011 വന്നിട്ടാണ് സ്കിൽ ഡെവലപ്മെന്റ് നടത്തി. മമത പിന്നെ ആഗോള നിക്ഷേപ സംഗമങ്ങൾ നടത്തി. ടാറ്റയും ബിർളയും ഗോയങ്കയും അദാനിയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള പരിപാടികൾ തുടങ്ങി. കൃഷി പുരോഗമിക്കാനുള്ള നടപടി തുടങ്ങി. പക്ഷെ അവസാനം മമത എന്താ ചെയ്തത്? മമത നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. ഇപ്പം സാധാരണഗതിയിൽ നമ്മുടെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ, മുഖ്യമന്ത്രി, അതിന് താഴെ മന്ത്രിമാർക്ക് വിവിധ വകുപ്പുകൾ, മുഖ്യമന്ത്രിക്ക് ചില വകുപ്പുകൾ ഉണ്ടാവും. ഇതിനെ ഒരു ഓവറോൾ ലുക്ക് നോക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പും മറ്റ് വകുപ്പുകളും. എന്നിട്ട് ആ വകുപ്പുകളുടെ നയപരമായ കാര്യങ്ങൾ മന്ത്രി തീരുമാനിക്കുന്നു. അതിനെ കുറച്ചുകൂടി ആ വകുപ്പ് നോക്കുന്നത് സെക്രട്ടേറിയറ്റിലെ വകുപ്പാണ്. അതിനുശേഷം അതിൻ്റെ താഴെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പം അവരാണ് അവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഗവൺമെന്റിന്റെ ഒരു
വകുപ്പ് തന്നെ, ആ വകുപ്പിന്റെ ഒരു ഡയറക്ടറേറ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ പിന്നെ കളക്ടറേറ്റ് ജില്ലാ തലത്തിലെ സംവിധാനങ്ങളാണ്. പിന്നെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും സോണൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ മമത എന്താ ചെയ്തത്? മമത നേരിട്ട് ഓരോ വകുപ്പിന്റെയും സെക്രട്ടറിമാരുടെ വിവരങ്ങൾ തേടാൻ തുടങ്ങി, അവർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ തുടങ്ങി, കളക്ടർമാർക്ക് നേരിട്ട് വിവരം കൊടുക്കാൻ തുടങ്ങി. പ്രാദേശിക തലത്തിലുള്ള മീറ്റിങ്ങുകൾക്കൊന്നും പ്രതിപക്ഷ MLA-മാരെ വിളിക്കൂല. ഫലത്തിൽ മമത തന്നെ, അതായത് ഇന്ദിരാഗാന്ധിയുടെ ഒരു രീതിയിലേക്ക് മമത ഒരു ഏകാധിപതിയായിട്ട് മമത വരികയായിരുന്നു. കുറെ ആളുകൾ മമതയുടെ ആരാധകന്മാരെ കൂടെ ഉണ്ടായി എന്നല്ലാതെ അതോടുകൂടി ആ പാർട്ടിയുടെ ശൈഥിലം, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിലേക്ക് ഇന്ന് അവർ പരാജയപ്പെട്ടു. പക്ഷെ ഗുണ്ടായിസം അവർ ചെയ്തു. എന്തൊക്കെയാണോ CPM ചെയ്തിരുന്നത് അതൊക്കെ മമത ഗുണ്ടകളൊക്കെ പകുതി ഇങ്ങോട്ട് വന്നു. CPM ഏറ്റവും അധികം ചെയ്തത് എന്താ? ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നു, അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു, അവർക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നു. ഇത് തന്നെ മമതയും ചെയ്ത്. ഇപ്പം ഇന്ത്യ ടുഡേയിലെ വിശദമായ റിപ്പോർട്ട് വന്നല്ലോ, 3000 മുതൽ 20,000 രൂപ വരെ വാങ്ങി. തൃണമൂൽ ഏജൻസ് ആണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള വാർത്തകൾ വന്നു. പിന്നെ ഏറ്റവും അധികം മമത ഒരുപാട് സംഭവങ്ങളെ പ്രതിഷേധിച്ച് സമരം ചെയ്തു. മമതയ്ക്ക് തന്നെ തല്ലുകൊണ്ട്. പക്ഷെ അതേ കാര്യങ്ങൾ തന്നെയാണ് നന്ദിഗ്രാമിന് ശേഷം എവിടെ സന്ദേശ് ഗാലിയിലൊക്കെ എന്താ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, ഗുണ്ടായിസം നടത്തി. അപ്പൊ ഇത് മമത ആവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു പരിസമാപ്തിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. BJP ഇതേ റൂട്ടിൽ പോവാതെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് നടത്തുകയാണെങ്കിൽ വളരെ. ഇവിടെ ഇപ്പൊ എന്തായാലും എനിക്ക് ഋതപ്രത ബാനർജി BJP ഏജന്റ് ആണ് എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു സംശയമാണ്.